വെൽക്കം ബാക്ക് ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ യോളോ ബൈ ശ്രീവിദ്യ വിളിച്ചിരി. എന്തെങ്ങനെ പറയണതല്ലേ, ആക്ച്വലി ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കാൻ വന്നില്ല. ഞാനിവിടെ നമ്മുടെ ട്രിവാൻഡ്രത്ത് റീഗൽ ജ്വല്ലറീൻ്റെ ആഡ് ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ ആഡ് നടന്നു, ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷായി. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു അപ്രതീക്ഷിതമായ കോൾ വരുന്നത്. രാഹുലിൻ്റെ വീട്ടിൽ നിന്ന് അവർ ഓർണമെൻറ്റ്സ് താലിമാലയും പിന്നെ അവനെന്തോ ബ്രേസ്ലെറ്റും എടുക്കാൻ വേണ്ടി ജ്വല്ലറിയിലേക്ക് റീഗലിലേക്ക് വരികയാണ്. അപ്പോൾ സത്യം പറഞ്ഞ് ഇന്ന് വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചില്ല. അപ്പം ഞാൻ ഓക്കെ, എന്തുകൊണ്ട് വ്ളോഗ് ആയിക്കൂടാ അത്. അപ്പോൾ അവരിപ്പോൾ എത്തും. സത്യം പറഞ്ഞാൽ അവൻ്റെ വീട്ടുകാരെ ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല, ഇന്ന് എല്ലാവരെയും കാണാം. അപ്പം ഇന്നാണ് അവർ വരുന്ന ദിവസം. ഞാൻ സത്യം പറഞ്ഞാൽ ഒട്ടും പ്രിപ്പയർഡ് അല്ല വ്ളോഗ് എടുക്കാൻ വേണ്ടി. പക്ഷേ ഈ ഒരു എനിക്ക് തോന്നി രസമായിരിക്കുന്നു. അതുകൊണ്ട് ഈ കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് ചെയ്തത്, ആഡ് ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ ഇങ്ങനെ പോവായിരിക്കും. അപ്പോൾ ഗൈസ് അവരെത്തി. ചേച്ചിന്ന് ഞാനും കൂടെയാണ് ഡോർ തുറക്കുന്നത്. ആരും ദിസ് ഈസ് മൈ അമ്മായിയമ്മ. നമസ്കാരം പറഞ്ഞു ചേച്ചി. നമസ്കാരം പറ. ഇവിടെ ഇത് എന്റെ അനന്തു, ഇത് എന്റെ അമ്മു, നിന്റെ അല്ല, ഇതെന്റെ കുഞ്ഞമ്മ. ഇനി ഷേറ. അതെ 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 ഇനി ഷെയർ. അപ്പൊ ഇത് പറഞ്ഞല്ലേ, ഇനി തൊട്ട് എപ്പോഴും കാണാൻ പോകുന്ന ആളാ അല്ലേ? ഇനി ഫുൾ ടൈം വാട്ടർ അതോറിറ്റിയിൽ. ഞാൻ പറയാം, വാട്ടർ അതോറിറ്റിയിലായിരുന്നു. അവിടെ നിന്ന് റിട്ടയർ ആയിട്ട് ഇപ്പം 2 വർഷം അല്ലേ? 4 വർഷം. കുഞ്ഞമ്മ പാറശാലയിലാണ്, അമ്മയുടെ നാട് പാറശാലയാണ്. ഇത് ആനന്ദും, ഇത് കുഞ്ഞമ്മയുടെ ഇളയ മോള്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനിയൻ എന്ന് പറയാൻ ആകെയുള്ള 2 ആൾക്കാർ പറഞ്ഞാണ്. എന്നെ പറയില്ല, നിറയെ ആൾക്കാരില്ല, ചുരുക്കം പിന്നെ കുറച്ച് പേരുണ്ട്. നിങ്ങൾ എന്തിനാണ് വന്നത്? പറയും. എന്നെ കാണാനല്ലേ? എന്നെ കാണണ്ടേ? ഒന്നുകൂടെ പറഞ്ഞു, എന്റെ മുഖത്ത് പോയിട്ട് എന്നെ കാണണ്ടേ നിങ്ങൾക്ക്? ഇനിയിപ്പോ എന്നും കാണാലോ, അതിന്റെ സങ്കടം. അപ്പൊ താലി എടുക്കാൻ പോവാണ്. ആർക്കുള്ള താലിയാ പപ്പാമ്മ? ഇവനുള്ള താലി അല്ല, എന്താണെങ്കിലും ഞങ്ങൾ താലി എടുക്കാൻ വന്നതാണ്. അപ്പൊ ഞാൻ ഇവരുടെ കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ, കമോൺ. നല്ലോണം ഞാൻ എടുത്തോട്ടെ. ഇത് ഏത് കൂടെ എടുക്കും? ദൈവപ്രിയ, ദൈവപ്രിയ വിളിക്കണ പ്രയാഗ്, ഇങ്ങനെ സ്വിച്ച് കേട്ടോ ശരിക്കും. ഇവിടെ സ്വിച്ച് ഇട്ടാ, ഇവിടെ സ്വിച്ച് ഇട്ടാ. അതെ, സ്വിച്ച് ഇട്ടാ ചിരിക്കും. അതെ അതെ, സ്വിച്ച് ഇട്ട് നോക്കട്ടെ. അതെ കണ്ടോ. എത്ര മാസം ചേച്ചി? 5 മാസം. ഞങ്ങള് ഫ്രണ്ട്സാ, ഞങ്ങള് നേരത്തെ കണ്ടു. ശരി കേട്ടോ. അവര് പോയിരിക്കുകയും ചെയ്തായിരുന്നില്ലേ? ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഒരു കൊച്ചിനെ കണ്ടപ്പോഴൊന്ന്. ഹലോ, ഈ സെക്ഷൻ ഇവിടെയാണോ താലി? ചുമ്മാ വന്നിരുന്ന എനിക്ക് ഡയമണ്ട് ഒന്നും വേണ്ട. അതിനേക്കാളും മുമ്പേ ഞാൻ പറയട്ടെ, ഇത് രാമകൃഷ്ണൻ. ഹായ് പറ. നമ്മള് വീട്ടിന്റെ തൊട്ടടുത്ത കുഞ്ഞുനാള് മുതലേ നമ്മളൊക്കെ ഒന്നിച്ചാട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ നിൽക്കുന്നു. കാസർഗോഡായിരുന്നു ഞാൻ വരുമ്പോ. എന്താന്ന് അറിഞ്ഞൂടാ, ഭയങ്കര ചെറിയ മാല, ചെറിയ താലി. ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ മേടിച്ചിട്ട് വീട്ടിൽ പോവാ. ഇത് പശുവിനെ ഞാനല്ലേ ഇടേണ്ടത്? എനിക്കൊരു വിലയില്ലേ ഇവിടെ? എനിക്കറിയില്ല കുഞ്ഞമ്മ. ഒന്നാമത് എനിക്കത് ഭയങ്കര ചെറുത്, ഒന്നാമത് അധികം ഉപയോഗിക്കാത്ത സാധനം.
ഇത് നല്ല രസമുണ്ട്. ഇട്ട് നോക്കല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇടാ അങ്ങനല്ല. ഇടാൻ പാടില്ല. ആണോ? ഇട്ട് നോക്ക. എന്തുവാണേ? അല്ല താലി ഇട്ടിട്ടല്ലേ ഇടാൻ പാടില്ലാത്ത. അല്ല ഇടണ്ട. ഇന്ന് പപ്പാമ്മ ഇട്ടു. നീ ഇന്ന് വന്നതാണ് കഷ്ടമായിപ്പോയി. എന്ത്? നീ ഇന്ന് വന്നതാണ് കഷ്ടായി പോയത്. പിന്നെ നമുക്കിതില് ഓർക്കാനൊരു ചെറിയ താലി. അതിലെന്താ താലിയില്ല ഇതാ ഭഗവാൻ? കൃഷ്ണനും രാധയൊന്നും വേണ്ടേ? നിന്റെ ഫോട്ടോ എടുത്തു. എനിക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല. നിനക്ക് ഇഷ്ടപ്പെടുന്നത് എന്റെ അല്ലേ ഇഷ്ടം. വെയിറ്റ് കുറച്ച് കൂടുതലാണോ? നമുക്ക് ചെറുത് കൊടുത്താ പോരെ? അങ്ങനെ ഇല്ലല്ലോ. വെച്ച് നോക്കാൻ പറ്റില്ല. മതി ധാരാളം. അപ്പൊ വല്ലവരുടെ തൊടുത്തു അല്ലെങ്കിൽ വലുതായാലും സത്യം. കുനിഞ്ഞിട്ടൊക്കെ നൂലുമ്പോഴേ മേശയുടെ വക്കിലൊക്കെ തൊടുത്തു. എന്താ അമ്മൂനോട് അത് ഉറപ്പിച്ചോ? അതപ്പോ ഇത്ര എളുപ്പമുള്ള പരിപാടി താലി പെട്ടെന്നല്ലേ? അതാ ഇത്രേ ഉള്ളൂ? അതെയാ? ആ പപ്പാമ്മ അങ്ങനെയാ പെട്ടെന്ന് സെലക്ഷൻ. കാണിച്ചു കൊടുക്ക് ചിഹ്നം. അപ്പൊ ഇതാണ് ഞാൻ. നീ അല്ല പിടിക്കുന്നത്, ഞാന്. ഇതാണ് ഞാൻ ചിഹ്നന്റെ കഴുത്തിൽ അണിയിക്കാൻ പോകുന്ന. വിടറാ. ഇതാണ് മാല. മാല താലിയല്ല. കൊടുക്കട്ടെ അടി. പപ്പാമ്മക്ക് ഇങ്ങനത്തെ ഒക്കെ കമ്മല് ഭയങ്കര ഇഷ്ടം. എനിക്ക് മുമ്പ് ഒരു കമ്മല് വന്നിട്ടുണ്ട്. അത് ഇങ്ങനത്തെ ഇങ്ങനത്തെ അല്ല, അത് വേറൊരു ഇത് ഞാൻ അമ്മൂല് നോക്കണത്. അമ്മുവെട്ട് ഇവരുടെ ഗിനിപ്പിക്കാൻ തോന്നുന്നു. അമ്മു വേറെ ആർക്കും ഇവിടെ കൊടുക്കാനില്ലാത്തോണ്ട് എല്ലാം അമ്മുന. 8ാം തീയതി മുതൽ നിനക്ക്. 8ാം തീയതി ഞാനും അമ്മു ഷെയർ. അപ്പോഴും നിനക്കൊന്നുമില്ല. ഞങ്ങളെ തവിട് കൊടുത്തു വാങ്ങിയത്. ഡയമണ്ട് അല്ലേ? നല്ല കുട്ടിയാണ്. വേറൊന്നില്ല നല്ല ഇതിലെ അടിപൊളിയല്ലേ? അങ്ങനെ എന്നെ ഇടയ്ക്കിടയ്ക്ക് പോഴത്തന്നെ. പ്ലെയിൻ അല്ലേ അമ്മ? നമുക്ക് ഇപ്പോഴത്തെ ഈ പുതിയ ഇതില് എഴുതുവോ? പേരല്ല ഒന്നുമില്ല, ഇങ്ങനെ തന്നെയാ. ഇത് നല്ല വലുത് ഇതിനേക്കാളും ചെറുത് വേണം. നിനക്ക് അഭിപ്രായങ്ങളൊന്നുമില്ല ചിഹ്നത്തില്? എനിക്ക് താലി എടുത്ത് പരിചയമില്ലാത്തോണ്ട് എനിക്ക് അറിഞ്ഞു. അറ്റ്ലീസ്റ്റ് എന്റെ ഒരു ഫോട്ടോ എങ്കിലും അതിന്റെ അകത്ത് പ്രസിദ്ധിപ്പിച്ചാലോ? വേണ്ട 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 അങ്ങനത്തെ പരിപാടി. ഇത് കൊള്ളാലോ ചിഹ്ന. എനിക്ക് അറിഞ്ഞൂടാ അപ്പാമ്മ. അറിഞ്ഞൂടല്ല, ചെറുത് തന്നെയല്ല ഇത്. അതിനേക്കാളും ചെറുതായത്. കോപ്പിറൈറ്റ് നോക്കട്ടെ. ഇത് ചന്താണ്. പ്ലെയിൻ വലിയ അല്ലേ? വ്യത്യാസമൊന്നുമില്ലല്ലോ കുഞ്ഞമ്മ, എല്ലാം ഒരുപോലെയല്ലേ? പ്ലെയിൻ അല്ലേ? പക്ഷെ ഇതിന്റെ ഐഡിയ പ്ലെയിൻ അല്ലാത്ത ഉണ്ടോ രാമകൃഷ്ണേട്ടാ? പ്ലെയിൻ അല്ലാത്ത ചുമ്മാ കാണിക്കോ? എനിക്ക് ഭയങ്കര ഇരിക്കണോ? ഞാൻ നമിക്കാം, കുഴപ്പമില്ല. ആ ശരി ശരി. ജസ്റ്റ് നോക്കാനാ വെറുതെ. ഭയങ്കര കുഞ്ഞെടുക്ക്. ഭയങ്കര ഓമ രസമില്ല. ആ ഓമ രസമല്ലേ? അതല്ലേ രസം പപ്പാമ്മ. ഞാൻ കൈ എല്ലാരും കൂടെ എടുത്ത്. അല്ല ഞാൻ വെറുതെ നോക്കുന്ന. എനിക്കങ്ങനെ ഇതേ പപ്പാമ്മ ഇവിടെ ഒന്നേണ്ടല്ലോ. പിങ്ക് വേണ്ട വേണ്ട. അത് ശംഖ്. ഇല്ല പ്ലെയിൻ തന്നെ ആയിക്കോട്ടെ. ഇത് മതി. ഇതിലൊന്നെടുക്കാം. ചെറുത് ചെറുത് ഇത്. അല്ല കുഞ്ഞതേ ഇതെടുക്കാം. ഇതെടുക്കാം. നമ്മുടെ നാട്ടിൽ ഓമല്ലേ എടുക്ക അല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും ഓമ. ഞങ്ങളും ഞങ്ങൾക്ക് ഇതാണ്. അതേ കുഞ്ഞമ്മക്ക് ഓമ. ആ കുഞ്ഞമ്മയ്ക്ക് ഓമാണ്. അമ്മയ്ക്ക് എവിടെ താലി? അതെനിക്കറിയില്ല. ഇതിലപ്പോ ഒന്നും എഴുതൂലേ? അമ്മ രണ്ടാമത് കിട്ടിയില്ല. അതിന്റെ ഇടയിൽ കൂടെ അങ്ങനെ തന്നെയാ. ഇത് മതി. നീ ഒന്നും ഇടാൻ പോണില്ല, എന്നാലും ഇതാ. വളരെ സത്യം. മോതിരം പോലും കാണാനില്ല. എവിടെ മോതിര കല്യാണം കഴിഞ്ഞിട്ട് മോതിരം. ആ ഇനി കാണിക്കല്ലോ. ഇനി ഞാൻ കാണിച്ചോട്ടെ. ഇതാണ് ചേടാ. ആൾക്കാരെ എഴുതി എനിക്കെന്തോ മറ്റേ മുട്ടി നിക്കുന്ന കല്യാണം. ഈ അമ്മ മറ്റേതാട്ടാ. കഥ കഥ ചൂടുവെള്ളം തരട്ടെ കഥ കഥ. അതൊക്കെ കേൾക്കൂല. അത് പിന്നെ നോക്കാം. ഇഷ്ടപ്പെട്ട തൃപ്തിയായോന്നും കൂടെ ചോദിച്ചല്ലോ. എന്താ ചോദിക്കാത്തൊന്നൂടെ? തൃപ്തിയായോന്ന് ചോദിച്ചില്ല.
എവിടെയോ പോയി. ചോദിച്ചതൊക്കെ മതി. ഇനി അമ്മയാണ് കുറെ നാള് ഇവള് മറ്റേ വീട്ടുകാരെ വെച്ച് യൂട്യൂബിൽ ജീവിച്ചു. വീട്ടുകാർ സമ്മതിച്ചില്ല. കുറച്ചുള്ള എന്നെ വെച്ച് ജീവിച്ചു. ഇനി അമ്മയും കുഞ്ഞമ്മ ഒരുപാടുണ്ട്. ഇനി പിന്നെ കുഞ്ഞമ്മയാണ് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യാൻ പോണത്. അവിടെയാണ് എനിക്ക് കംഫർട്ട്. പക്ഷെ പപ്പാമ്മയാണ് എന്റെ കംഫർട്ട് ഇപ്പൊ അടിയാക്കിയത്. അപ്പൊ അങ്ങനെയാണ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അങ്ങനെ എന്റെ താലിമാല പര്യടനം ഫുൾ റീഗലിന്നല്ലേ? ഇത് ഭയങ്കര ആക്സിഡന്റലി സംഭവിച്ചാണ്. ഞാൻ നോർമലി ഒരു ഷൂട്ടിന് വന്നത്. അപ്പം ഇവര് പറഞ്ഞു ഇവിടെ ഇവിടെ ഇതാണ് എന്താ കുഞ്ഞമ്മ ഹോൾസെയിലിന് പണിക്കൂലിക്ക് കുറവല്ലേ, അങ്ങനെ എന്തോ പരിപാടി ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ഇവിടുന്ന് എടുക്കാന്ന്. അങ്ങനെ ഇവിടുന്ന് സംഭവിച്ചു. ഇനി നന്ദുവിന് എന്തോ എടുക്കാണ്ട്. എന്താ അമ്മ അവര് പറ്റിച്ചാ എന്നെ ഇന്ന് കൊല്ലും. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ഇനി അമ്മ കൊള്ളാം, നല്ല അതിൽ തന്നെയാ കൊള്ളാം, ഫാഷനാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്, ലൈക്ക്. ഒന്നുകൂടെ എന്താ കിട്ടിയില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താഴെ പോയാൽ മതി. Thank you for watching. Do subscribe, like, comment, bye.